ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പോലീസുമായി നേരിയ ഉന്തും തള്ളുമുണ്ടായി. ചെർപ്പുളശ്ശേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ സമരം ചെയ്യണമെന്നും നഗരസഭയെ നയിക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് പണി വേറെയാണെന്നും കൂട്ടുത്തരവാദിത്തമില്ലാത്ത കൂടിയാലോചനയില്ലാത്ത ഭരണസമിതിയാണ് നഗരസഭ ഭരിക്കുന്നതെന്നും KM ഇസ്ഹാഖ് ആരോപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഇവിടെ പദ്ധതി പ്രവർത്തനം നടക്കുന്നില്ല. എന്താ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നടക്കുന്നത്? കൗൺസിൽ കൂടി കുറെ കാര്യങ്ങൾ പറഞ്ഞാണ് പാസ്സാക്കും. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത് പറയാൻ നീട്ടുന്ന ഇനി അവസരമല്ലാന്നാ. ഇതെന്ത് ജനാധിപത്യ? പഞ്ചായത്തി രാജ് നഗരപാലികാ നിയമം ചൈനയിലെയും റഷ്യയിലെയും പോളണ്ടിലെയും ഹംഗറിയിലെയും ജനാധിപത്യമല്ല. ഇന്ത്യക്കൊരു ജനാധിപത്യമുണ്ട്, ഇന്ത്യക്കൊരു സഹിഷ്ണുതയുണ്ട്, ഇന്ത്യക്കൊരു ബഹുസ്വരതയുണ്ട്. അതെല്ലാവരെയും കേൾക്കാനും എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വിധേയമായി കാര്യങ്ങൾ ചെയ്യാനുമാണ്. കഴിഞ്ഞ വർഷത്തെ പദ്ധതി വീതം എത്രയാ? ഇപ്പൊ ഒരുപാട് കാര്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ 4 കോടി കൊണ്ട് ചെയ്തത് നിങ്ങൾ 12 കോടി കൊണ്ട് ചെയ്തോ? 3 ഇരട്ടി കാശാപ്പ വരുമാനം. എന്താ നഗരസഭയായിട്ട് കാര്യം എന്നാ ചോദിച്ചിരുന്നത്? ഇപ്പൊ നല്ലോണം വാങ്ങി വെച്ച് നമുക്ക് ഇഷ്ടംപോലെ കാശുണ്ട് നഗരസഭയിൽ എന്നാ ചെയർമാൻ കൗൺസിൽ പറയാം. എന്ന് ഓരോരുത്തർ 10 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സൗകര്യമല്ല. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യണം. സമരം ചെയ്താൽ ഇവിടെ നടക്കുള്ളൂ. പിന്നെ ഞാൻ സുബീഷൊക്കെ കൂടിയിട്ട് സമരം ചെയ്യണമെന്ന് ആലോചിച്ചാലും ചിലത് നടക്കും. അതിപ്പോ കാറൽമണ്ണ കണ്ടു. പന്നിയകുരിശിക്കാര് കുറെ കാത്തിരുന്ന് അവസാനം സമരം ചെയ്തു. അപ്പോഴപ്പോ ലേശ റീസ്റ്റോറേഷൻ നടന്നത്. ഇതിന്റെ മുമ്പ് ചെയ്തൂടെ? ഈ അമൃത് പദ്ധതി ചെർപ്പുളശ്ശേരി നഗരസഭയിലുള്ളൂ. പക്ഷെ ഇത്ര കെടുകാര്യസ്ഥത ഈ ഭരണസമിതിക്കല്ലാതെ എവിടെയുള്ളത്? അപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരെ അംഗീകരിക്കാതെ, ഉൾക്കൊള്ളാതെ, അവരുടെ ആശയവിനിമയം നടത്താതെ ഒരു ഭരണമാണ് പോകുന്നത്. മാത്രമല്ല, ഇവിടെ ആര ഭരിക്കള്ള്? ഒരു വിദ്വാൻ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഇവിടെ സ്ഥിരമായിട്ട് അവിടെ കസേര പറക്കണേന് അവിടെ ഇരിക്കണ കാണാൻ. വേറെ ആരാ അവിടെ ഉള്ളത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ പണി വേറെ. നിങ്ങൾക്കറിയോ, പഞ്ചായത്തി രാജിൽ ഓരോരോ മന്ത്രിയാണ്. പിന്നെ ഏത് വകുപ്പ് അവിടെ നീങ്ങുക? ആരോഗ്യ വകുപ്പിൽ 100 പ്രശ്നങ്ങളുണ്ട്. നയിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പൊതുമരാമത്ത്, റോഡുകളുടെ സ്ഥിതി ശോചനീയമായ അവസ്ഥയിലാണ്. നയിക്കാൻ, നിർദ്ദേശം കൊടുക്കാൻ ഇവിടെ ആളുണ്ടോ? വികസന കാര്യം, ചെർപ്പുളശ്ശേരിയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ നഗരസഭയിലുണ്ടോ? കൂട്ടുത്തരവാദിത്തമില്ലാത്ത, കൂടിയാലോചനയില്ലാത്ത ഒരു ഭരണസമിതിയാണ് ചെർപ്പുളശ്ശേരി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
യൂത്ത് കോൺഗ്രസ് ചെർപ്പുളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അനീസ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുപീഷ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ ജിഷിൽ, വിനോദ് കളത്തൊടി, കെ ടി രതിദേവി, ഷമീർ ഇറക്കിങ്ങൽ, സഞ്ജീവ് ഒറവൻകുന്നത്ത്, പി ആഷിഖ്, അർജുൻ അശോകൻ, പി അക്ബർ അലി, വി ജി ദീപേഷ്, പി സുഭാഷ്, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.